ഹായ്, ഇതാണ് കട്ടിക്കയം വാട്ടർഫാൾസ്. ഇല്ലിക്കൽ കല്ലിൻ്റെ ബാക്ക് സൈഡ് കാണാൻ പോയി ഞാൻ പെട്ട് നിൽക്കുന്ന സീനാണ് ഈ കാണുന്നത് കേട്ടോ. ഗൂഗിൾ മാപ്പ് ചതിച്ചാശാനെ വഴി തീർന്നു. എന്നോട് ഗൂഗിൾ മാപ്പ് നേരെ പോകാനാണ് പറയുന്നത്. എങ്ങോട്ട് പോകും? അങ്ങനെ ബാക്ക് സൈഡ് കാണാൻ പോയി ഞാൻ ഫ്രണ്ടിലെത്തി. അപ്പോൾ അതേ അടഞ്ഞു കിടക്കുന്നു. റെഡ് അലേർട്ട് ആയതുകൊണ്ട് ഇല്ലിക്കൽ കല്ലിലേക്ക് പ്രവേശനമില്ല. ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ആലോചിച്ചിരുന്നപ്പോഴാണ് ഞാൻ വരുന്ന വഴിക്ക് കട്ടിക്കയം വാട്ടർഫാൾസ് എന്ന് പറഞ്ഞൊരു ബോർഡ് കണ്ട്. എന്നാൽ അതൊന്ന് കണ്ട് കളഞ്ഞേക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് കേട്ടോ. ഇത് ഞാൻ മിസ് ചെയ്ത് ഇത് മിസ് ചെയ്തായിരുന്ന ഭയങ്കര മണ്ടത്തരമായനെ. ഒരുപാട് തവണ ഞാൻ ഇല്ലിക്കൽ കല്ലി വന്നിട്ടുണ്ട്, പക്ഷേ ഈ സ്ഥലം എനിക്ക് ഇതുവരെ വിസിറ്റ് ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാനിവിടെ വരുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ. ഇതിൻ്റെ ഒരുപാട് വീഡിയോകൾ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ കേട്ടു ഇവിടെ വന്നപ്പോൾ. പക്ഷേ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. വേറെ ലെവലാണ് കേട്ടോ, വേറെ ലെവൽ. നിങ്ങൾ എപ്പോഴെങ്കിലും ഇല്ലിക്കൽ കല്ല് വരുവാണെങ്കിൽ ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണം. മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണ് കേട്ടോ ഇത്. മനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന അതിമനോഹരമായൊരു വാട്ടർഫാളാണ് കേട്ടോ ഇത്. ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഒരു കാട്ടിലാണ് കേട്ടോ. ഭയങ്കര രസമാണ്. ട്രക്കിംഗ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. കുറച്ച് നടക്കാനുണ്ട്, അത് കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള നടപ്പാണ് കേട്ടോ. ഇവിടുത്തെ പഞ്ചായത്ത് അധികൃതർ ഇത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. പ്ലാസ്റ്റിക് ഫ്രീ സോണാണ് ഇവിടെ. പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊന്നും ഇടരുത്. പിന്നെ കുറച്ചങ്ങ് ഇറങ്ങി ചെല്ലുമ്പോൾ നല്ല പൈപ്പ് കൊണ്ടൊക്കെ നല്ല മനോഹരമായ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽക്കിടെ നടക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ട് പേടിയാവുമെങ്കിലും താഴ്ത്തി ചെല്ലുമ്പോൾ കുറച്ചുകൂടെ ഓക്കെയാണ് കേട്ടോ. കുറച്ച് നടക്കാനുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഒരു 100-300 മീറ്റർ താഴ്ത്ത് നടക്കണം. ഇല്ലിക്കക്കല്ലിൽ നിന്ന് കഷ്ടി ഒരു 5-6 കിലോമീറ്റർ ഉള്ളൂ ഇങ്ങോട്ട്. ഇല്ലിക്കക്കല്ല്, ഇലവീഴ, പൂഞ്ചിറയൊക്കെ വരുമ്പോൾ നിങ്ങൾ ഇവിടെയും കൂടെ വിസിറ്റ് ചെയ്ത് വരണം കേട്ടോ. നിങ്ങളൊരു ട്രിപ്പ് എടുക്കുമ്പോൾ എപ്പോഴും ഇല്ലിക്കക്കല്ല്, ഇലവീഴ, പൂഞ്ചിറ, ഈ കട്ടിക്കയം വാട്ടർഫാൾ എല്ലാം കൂടെ ഒരുമിച്ച് വിസിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഒരു 1 ഡേ ട്രിപ്പിൽ നമുക്ക് തീർക്കാം. അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ ഒരു കാരണവശാലും ഈ വാട്ടർഫാൾ മിസ് ചെയ്യരുത്. വേറെ ലെവലാണ്. ഇവിടെ വരെ നടക്കാനാണ് ബുദ്ധിമുട്ടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇവിടുത്തെ പഞ്ചായത്ത് അധികൃതരൊക്കെ നല്ല രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇതൊരു 3-4 മാസമേ ഉള്ളൂ ഈ ഒരു സ്റ്റെയർ കേസ് ഇവിടെ പണിതിട്ട്. പൈപ്പൊക്കെ വെച്ച് നല്ല സ്ട്രോങ് ആയിട്ടാണ് ഇത് പണിതേക്കുന്നത് കേട്ടോ. ഈ വീഡിയോ കാണുന്നതിനേക്കാളും മനോഹരമാണ്. വേറൊരു ഫീലാണ് നിങ്ങൾക്ക് ഇതിൽ കിടന്ന് നടക്കുമ്പോൾ കേട്ടോ. എനിക്ക് ഒരു വേറൊരു ലോകത്ത് ചെന്നൊരു ഫീലായിരുന്നു. അപ്പോൾ വേറെ ഏതോ ഒരു രാജ്യത്ത് ഉള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ട് കാണാൻ പോയതിലൊക്കെ ഒരു ഫീലായിരുന്നു. ഭയങ്കര രസമായിരുന്നു കേട്ടോ ഇത് ഇവിടെയുള്ള നടപ്പ്. നമുക്ക് പതുക്കെ താഴോട്ട് നടക്കാം. ഈ വാട്ടർഫാളും ഈ പരിസര പ്രദേശങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന പഞ്ചായത്തിനും ഇവിടുത്തെ നാട്ടുകാർക്കും ഒക്കെ എൻ്റെ വക ഒരു വലിയ ഹാറ്റ്സ്. ഇല്ലിക്കക്കല്ല് ഞാൻ 4-5 തവണ വിസിറ്റ് ചെയ്തിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. പക്ഷേ ഈ ഇല്ലിക്കക്കല്ലിൻ്റെ ബാക്ക് സൈഡ് അതിമനോഹരമാണെന്നൊക്കെ പറഞ്ഞ് കുറേ വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അവിടെ ഇവിടെയൊക്കെ കണ്ടു. അതുപ്രകാരം ഗൂഗിൾ മാപ്പിൽ ഇല്ലിക്കക്കല്ല് ബാക്ക് സൈഡ് എന്ന് പറഞ്ഞ് മാപ്പ് ഇട്ട് പോകുന്നതാണ്. എൻ്റെ പൊന്നോ, ജീവിതത്തിൽ നിങ്ങളാരും ചെയ്യരുത് കേട്ടോ. ഞാൻ ബുള്ളറ്റ് കൊണ്ട് വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടാണ്. ഒരു കുന്നിൻ്റെ മേളിൽ കയറി, ഞാൻ നേരത്തെ വീഡിയോ തുടങ്ങുമ്പോൾ കാണിച്ചില്ലായിരുന്നു, ഒരു കുന്നിൻ്റെ മേളിൽ കയറി വഴി തീരുവാണ്. എന്നോട് പറഞ്ഞത് പിന്നെ മുന്നോട്ട് പോകാനാണ് പറഞ്ഞത്. ഞാൻ കാറിൻ്റെ വല്ലാണ് വന്നെങ്കിൽ കാറിട്ട് തിരിക്കാൻ പോലും സ്ഥലമില്ല. അത്ര കയറ്റമാണ്. കാറൊക്കെ കയറി വരാൻ പാടാണ്. എങ്ങനെയല്ല അവിടെ കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ട് കാർ അവിടെ ഉപേക്ഷിച്ചിട്ട് വരേണ്ടി വരും. അതുപോലത്തെ ഒരു സ്ഥലമാണത്. എൻ്റെ പൊന്നോ. പക്ഷേ അവിടെയൊക്കെ ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട്. അതാണ് രസം കേട്ടോ. ആ സ്ഥലത്തിൻ്റെ പേര് ചൊവ്വൂര് അങ്ങനെയൊക്കെയാണ്. നിങ്ങൾ പോയിട്ടുള്ളവർക്ക് അറിയില്ല ചൊവ്വൂര്. അത് കഴിഞ്ഞ് വേറൊരു സ്ഥലമുണ്ട്. നമ്മൾ ഈ ചുരുളി സിനിമയ്ക്കകത്തൊക്കെ കാണുന്ന പോലത്തെ ഒരു സ്ഥലമാണ്. ഭയങ്കര രസമാണ് കേട്ടോ. ഒരുപാട് ആൾത്താമസമൊക്കെ ഉള്ള സ്ഥലമാണ്. ഒരു കാർഷിക മേഖലയാണ്. ഒരുപാട് കൃഷി, കാപ്പിയും ഏലമൊക്കെ ഞാനവിടെ കണ്ടായിരുന്നു. രസമുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും ഗൂഗിൾ മാപ്പ് ഇട്ടുകൊണ്ട് ഇല്ലിക്കൽ കല്ല് ബാക്ക് സൈഡ് കാണാൻ പോകരുത് കേട്ടോ. പെട്ടുപോകും. നമ്മൾ കഥയൊക്കെ പറഞ്ഞ് നടന്ന് വാട്ടർഫാൾസിൻ്റെ അടുത്തെത്തി. മോനെ, വേറെ ലെവലാണ് കേട്ടോ, വേറെ ലെവല്. നിങ്ങൾ ആ വെള്ളത്തിൻ്റെ കളറൊന്ന് നോക്കിയേ. എന്താ കളർ, എന്താ ഭംഗി. താഴോട്ടിറങ്ങണമെങ്കിൽ ആ ഏണിയക്കടെ വേണം കേട്ടോ താഴോട്ടിറങ്ങാൻ. ഇവിടെ കുളിക്കാനൊക്കെയുള്ള സൗകര്യമുണ്ട്. ഒരുപാട് ആളുകളൊക്കെ വന്ന് കുളിക്കുന്നതാണ്. ഞാനെപ്പോഴും ഒറ്റയ്ക്ക് വരുന്നതുകൊണ്ട് വെള്ളച്ചാട്ടത്തിലൊന്നും ഇറങ്ങി കുളിക്കാറില്ല. ഇവിടെ 5 മരണങ്ങളോളം സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഇവിടെ എഴുതി വെച്ചേക്കണേ. ആ വാട്ടർഫാൾ, ആ വെള്ളം വീഴുന്നതിന് താഴെ വലിയൊരു ഗർത്തമുണ്ട്. അവിടെ പെട്ടുപോയിട്ട് അങ്ങനെ 4-5 ചെറുപ്പക്കാർ, പിള്ളേർ മരിച്ചു പോയിട്ടുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളിവിടെ കുളിക്കാനൊക്കെ വരുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കൂട്ടുകാരൊക്കെ ആയിട്ട് വരുമ്പോൾ പ്രത്യേകിച്ച് വലിയ അഭ്യാസത്തിന് നിൽക്കരുത്. ഒരുപാട് പേര് കുളിക്കുന്ന സ്ഥലമാണ്. ഞാനിപ്പോൾ വന്നപ്പോഴത്തേനും കുറച്ച് പിള്ളേരും ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരാരും ഇവിടെ കുളിക്കുന്ന കണ്ടില്ല. ഞാൻ പിന്നെ ഒറ്റയ്ക്ക് വരുന്നതുകൊണ്ട് ഒരിക്കലും ഇതുപോലുള്ള സ്ഥലത്തൊന്നും കുളിക്കാനോ വെള്ളത്തിലിറങ്ങാനോ ട്രൈ ചെയ്യാറുമില്ല. ഇന്നത്തെ വീഡിയോയുടെ ലെങ്ത് ഇച്ചിരി കൂടിപ്പോയി. അപ്പോൾ തൽക്കാലം നിർത്തുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം.